ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോസില. എൻ്റെ ഒരു അറിവ് വെച്ച് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വണ്ടിയുടെ ലോഞ്ച് വെളുപ്പിന് 5 മണിക്ക് നടക്കുന്നത്. എന്നാൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഗറില്ല 450. ദേ ഈ കാണുന്ന വണ്ടി. ഒഫീഷ്യൽ ലോഞ്ച് എന്നൊക്കെ ഉള്ളത് വെറും പേര് മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പേ ഇവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് തന്നെ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് പിക്ചേഴ്സും പുറത്തു വന്നിട്ടുണ്ട്, സ്പെക്സ് അടക്കം. അതായത് എല്ലാം ലീക്ക്ഡ് ഇമേജസ് ആയിട്ടൊക്കെ ആയിട്ട്. അതൊക്കെ ഒരു ആൾക്കാരുടെ ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയാണ്. നമ്മൾ എത്രത്തോളം ആ വണ്ടീനെ ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ തന്നെയുള്ള അവർക്ക് കിട്ടുന്ന ഒരു ഇനീഷ്യൽ ബുക്കിംഗ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ഇതെല്ലാം. നമുക്കിനി വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഹിമാലയൻ 450യുടെ, അതായത് റോയൽ എൻഫീൽഡ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 450cc എഞ്ചിൻ, ഷെർപ്പ 450 സീരീസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന സെയിം എഞ്ചിൻ കൊടുത്തിട്ടുള്ള ഒരു നേക്കഡ് വേർഷൻ. ഈ വണ്ടിയുടെ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഇതൊരു റോഡ്സ്റ്റർ കാറ്റഗറിയിലാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ട്രെൻഡ് ഇപ്പോൾ അതാണല്ലോ, റോഡ്സ്റ്റർ, മോഡേൺ റെട്രോ, ഈ രണ്ട് കാറ്റഗറീസാണ് ഇപ്പോൾ നിലവിൽ ട്രെൻഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നേക്കഡ് വേർഷനിൽ വരുന്നൊരു റോഡ്സ്റ്റർ കാറ്റഗറിയിലെ വണ്ടിയാണ് ഗറില്ല 450. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഡുക്കാറ്റി സ്ക്രാംബ്ലർ, ആ ഒരു വണ്ടിയുടെ അതേ ലുക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എന്താണേലും ആ ഒരു കാറ്റഗറിനോട് ഒരു 100% നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് വണ്ടിയുടെ ലുക്കിലേക്ക് വരുവാണെങ്കിൽ, ഈ വണ്ടി എന്ന് പറയുന്നത് അവർ പറയുന്ന പോലെ തന്നെ ടൈറ്റ്ലി പാക്ഡ് ആണ്. അതായത് അനാവശ്യമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു വയറോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്ത് കാണാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഈ വണ്ടി നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അതൊരു എന്താ പറയുക, നമ്മളൊരു കൂടിയ വണ്ടികളില്ലേ, അതായത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള വണ്ടികളൊക്കെ എടുത്ത് നോക്കിയാലുള്ള ആ ഒരു ഫിനിഷിങ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ പറ്റും. അത് തന്നെയാണ് ഇവരും ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഗ്ലോബൽ മാർക്കറ്റാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ പെർഫെക്ഷൻ ഈ വണ്ടിയിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ശ്രദ്ധിച്ചോ, നമ്മുടെ ഹണ്ടർ 350നോട് അത്യാവശ്യം നല്ല സാമ്യമുള്ളൊരു ഫ്രണ്ട് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഹിമാലയൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫ്രണ്ട് ഹൈറ്റുള്ള മോഡലായിരുന്നു. ഇതിൻ്റെ ഹൈറ്റ് അത്യാവശ്യം കുറച്ച് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തപ്പോൾ ആ ഒരു ഹണ്ടറിൻ്റെ ലുക്കാണ് വരുന്നത്. ആ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു സെയിം പൊസിഷനിങ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അതായത് ഹിമാലയനായിട്ട് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളതെന്നും അതുപോലെ തന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് അവർ എന്താണ് കൊണ്ടുവന്നേക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വണ്ടിയിൽ മറ്റൊരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അത് ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഞ്ചിനും ഫ്രെയിമും ആണ് ഏകദേശം സെയിം ആയിട്ടുള്ളത്, ഓൾമോസ്റ്റ്. ബാക്കി എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എഞ്ചിൻ നിങ്ങൾക്ക് അറിയാലോ, അതായത് 452cc 40 PS പവറും അതുപോലെ തന്നെ 40 Nm ടോർക്കും അടങ്ങുന്ന നല്ലൊരു അടിപൊളി പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. ചെറിയ ട്യൂണിങ് വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഇതൊരു റോഡ്സ്റ്റർ കാറ്റഗറി ആയതുകൊണ്ടും റൈഡിങ് പൊസിഷനിലൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉള്ളെങ്കിലേ ഉള്ളൂ. ഇല്ലാത്ത പക്ഷം സെയിം എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേഞ്ചസ് വരുമെന്ന് പറയുന്നത്, ഈ ഫ്രെയിമിൻ്റെ അകത്താണെങ്കിൽ പോലും ഫൂട്ട് റെസ്റ്റുകൾ വന്നിരിക്കുന്ന പൊസിഷൻസിൽ മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഫൂട്ട് റെസ്റ്റിലേക്ക് വരുന്ന ആ ഒരു ജോയിൻറ്റുകളിലും നിങ്ങൾക്ക് ഡിസൈൻ വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ വണ്ടിയിൽ കൊടുക്കുന്ന കവറിങ്സ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോർഷൻസിലും ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട്. സൈഡിലാണെങ്കിലും, സൈഡ് കവർ ആണെങ്കിലും, ടെയിൽ ലാമ്പ്, റിയർ മഡ് ഗാർഡിലാണെങ്കിലും ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ കാര്യം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ടാങ്ക് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് എന്നുള്ള ടാങ്ക് കപ്പാസിറ്റി കുറവാണ്. മറ്റേത് ഹിമാലയൻ 17 ലിറ്റർ ആയിരുന്നെങ്കിൽ ഇത് വെറും 11 ലിറ്ററേ ഉള്ളൂ. അതായത് ഈ വണ്ടിയുടെ മൈലേജ് എന്നൊക്കെ ഏകദേശം പറയുന്നത് അറൗണ്ട് 30 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ ഏതാനും കുറച്ച്, അതായത് 300 സംതിങ് കിലോമീറ്റേഴ്സ് ഇത് റൺ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവായിട്ട് തന്നെ ഇതിന് എപ്പോഴും നിലനിൽക്കും. 11 ലിറ്റർ തീരെ കുറവാണ്. കാരണം റിസർവ് കപ്പാസിറ്റി തന്നെ എന്തായാലും ഒരു 4 ലിറ്ററിനടുത്ത് വരും. അപ്പോൾ ബാക്കിയുള്ള ലിറ്റേഴ്സ് ഇതിനകത്ത് ബാക്കിയുള്ളൂ. അപ്പോൾ അത് ഒരു നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ വെയിറ്റിലും കുറവുണ്ട്. 185 കിലോഗ്രാമാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും ഫ്യൂലും അടങ്ങിയിട്ടുള്ളൊരു വെയിറ്റ്. നമ്മുടെ ഹിമാലയനിൽ വരുമ്പോൾ 196 കിലോഗ്രാം ആയിരുന്നു. ഇനി ടയേഴ്സിൻ്റെ കാര്യം പറയാനായിട്ട്, 2 ടയേഴ്സും നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റെയർ ടയറാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് 17 ഇഞ്ച് സൈസിനകത്ത് 160 വരുന്ന ടയറാണ് റെയർ സൈഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നത് 17 ഇഞ്ച് വീലിൽ തന്നെ 120 സൈസും. നമ്മുടെ ഹണ്ടറിനെ വെച്ച് നോക്കുമ്പോൾ അതെ, 100 110 ആയിരുന്നു, ഇത് 120, അത്യാവശ്യം വീതിയുള്ള സൈസ് തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ റെയർ ടയർ ഒരു രക്ഷയില്ല, നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുവാണെങ്കിൽ 169 mm ആണുള്ളത്. അതായത് ഹിമാലയനിലും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്, എന്നാൽ ഹണ്ടറിനിലും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുമാണ്. ഇതെന്തായാലും അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈവൻ 150 mm ആണെങ്കിൽ പോലും നമുക്ക് വേറെ ഒരു രീതിയിൽ അത് ബാധിക്കുന്നില്ല വണ്ടീനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 169 അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഇനി ബ്രേക്സിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ 310 mm പുറകിൽ 270 mm ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ 140 mm ട്രാവൽ വരുന്ന ടെലിസ്കോപ്പിക് ഷോക്ക് ഫോർക്കും അതുപോലെ തന്നെ റെയറിൽ മോണോ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ സീറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടൈപ്പ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്, സ്പ്ലിറ്റ് അല്ല. അതുപോലെ തന്നെ ഹിമാലയ ഉള്ള പോലെ അഡ്ജസ്റ്റബിൾ സീറ്റുമല്ല.
അതിനകത്തൊരു സീറ്റ് ഹൈറ്റൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇതിനകത്ത് അത് പറ്റില്ല. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വണ്ടിയിലുള്ള 2 റൈഡിംഗ് മോഡ്സ് ആണ്. അതായത് പെർഫോമൻസ് മോഡും അതുപോലെ തന്നെ എക്കോ മോഡും. വിത്തിൻ മിനിറ്റ്സ് മാറുന്ന ഒരു എക്കോ മോഡ് സ്വിച്ച് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വണ്ടിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ്. അതായത് TFT ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ മറ്റു വണ്ടികളിലൊക്കെ ഉള്ള പോലെ തന്നെ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്ത് മെസ്സേജസും മാപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബേസ് വേരിയൻറ്റ് ഡിസ്പ്ലേ അവൈലബിൾ അല്ല. ടോപ്പ് വേരിയൻസിനും മിഡ് വേരിയൻസിനും മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ബേസ് വേരിയൻറ്റിന് നമുക്ക് നോർമൽ ഡിസ്പ്ലേയുടെ കൂടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ കൂടെ തന്നെ ആ ഒരു ട്രിപ്പർ നാവിഗേഷൻ കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഗർ എന്ന് വിളിക്കുന്ന ഗറില്ല 450യുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടി 5 കളേഴ്സിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് 3 വേരിയൻറ്റുകളിൽ. ഈ വണ്ടിയുടെ ഒരു എക്സ്-ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് വേരിയൻറ്റ് 2,39,000 രൂപയാണ്. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റ് വരുന്ന എക്സ്-ഷോറൂം പ്രൈസ് 2,54,000. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗറില്ല 450യുടെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് ഇത് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ വണ്ടികൾ ഇനി ഇറക്കാൻ നിൽക്കുന്നുണ്ട്. 450യിലും 650 എഞ്ചിൻ പ്ലാറ്റ്ഫോമിലും പിന്നെ അതുപോലെ തന്നെ അവർ ഡെവലപ്പ് ചെയ്യുന്ന പുതിയ 250cc എഞ്ചിനും ഇതൊക്കെ നമുക്ക് കിട്ടുന്നതിൻ്റെ റൂമേഴ്സാണ്. എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല. എന്താണെങ്കിലും മറ്റുള്ള വണ്ടികളുടെ എല്ലാം സ്പൈഡ് പിക്സ് ഒക്കെ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. നമുക്ക് ആ വണ്ടികൾക്കായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.